Chemanu International Jewelers, traditionally trusted for 160 years. കറുകുറ്റി ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. വായനശാല സെക്രട്ടറി ഹരിപ്രസാദ് നാരായണൻ സ്വാഗതം ആശംസിച്ചു. ഇന്ന് നാം കാണുന്ന ശൈക്ഷണികമായും പുരോഗമനപരമായും ഏറെ ഔന്നത്യത്തിലെത്തി നിൽക്കുന്ന മലയാള സമൂഹം ഇന്ന് ഇങ്ങനെയായത് ഒരു സുപ്രഭാതത്തിലല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വായനശാല പ്രസിഡന്റ് കെ ഗോപി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാരണം പണ്ട് നേരത്തെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പ്രതിഭയാണ് അദ്ദേഹം. നമ്മളിൽ പലർക്കും അറിയാതെ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയുള്ള തോമസ് മാളക്കാരനെ നമ്മൾ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ, നാടകത്തെക്കുറിച്ചും നാടകത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും രണ്ടു വാക്ക് പറയാൻ ഏറ്റവും യോഗ്യനായ ആള് ആരെന്ന് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർത്തെടുക്കുമ്പോൾ അത് സേവ്യർ പുൽപ്പാട് തന്നെ ആയിരിക്കും ഏറ്റവും യോഗ്യനെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചതും വളരെ സന്തോഷത്തോടു കൂടി ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതും. നവോത്ഥാന നായകന്മാർ പോരടിച്ച് കേരളം പ്രബുദ്ധ കേരളമായി എന്നാണ് ഒരുത്തരമെങ്കിൽ, വായിച്ചും വായിപ്പിച്ചും കേരളം പ്രബുദ്ധ കേരളമായി എന്നാണ് മറ്റൊരുത്തരമെങ്കിൽ, നാടകം കളിച്ചും കണ്ടും കേരളം പ്രബുദ്ധ കേരളമായി എന്ന ഒരു ഉത്തരം കൂടിയുണ്ട്. ദിവസം 3 നാടകം കളിക്കുന്ന അവസ്ഥ എത്രയോ ആ കാലത്ത് 80കളിൽ 3 നാടകം വെച്ചാണ് ഒരു ദിവസം കളിച്ചിരിക്കുന്നത്. 6:30 നാടകം എറണാകുളം ഫൈൻ ആർട്സ് സൈറ്റിൽ കളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവിടുത്തെ നാടകം കഴിഞ്ഞാൽ കെട്ടിപ്പിറക്കിയിട്ട് ഉടനെ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ 10:30 നാടകം കളിക്കുന്നു. അതും കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് കെട്ടിപ്പിറക്കിയിട്ട് ഈ സാധനങ്ങളുമായിട്ട് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് വൈക്കം നാടകം കളിക്കുന്നു. അപ്പോഴും വൈക്കത്ത് ജനം കാത്തിരിക്കുകയാണ് 2 മണിക്ക്. ഇപ്പോഴോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന ആ നാടകം ഒരു സമരായുധമായിരുന്നു പറയാൻ കാരണം എന്താണ്? നമ്പൂതിരി സമുദായത്തിലേക്കുള്ള അന്തവും ചെടിലുമായ വിശ്വാസത്തിനുള്ള ഒരു പോരാട്ടം. ഒരുപക്ഷെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യഘട്ട നാടകം എനിക്ക് തോന്നുന്നു അതായിരിക്കാനാണ് സാധ്യത. അത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ആയതിനു മുമ്പ് 18 വയസ്സുള്ളപ്പോൾ നമ്പൂതിരി സമുദായത്തിനകത്തുള്ള അന്തവും ജടിലുമായ വിശ്വാസങ്ങൾക്കെതിരെ പോരടിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് നാടകമാണ് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിൽ വീട്ടിൽപ്പെട്ടതിന് പാടിനോടൊപ്പം ചേർന്നുകൊണ്ട് ആ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. ആ ചെറുക്കന്റെ പേരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. പിന്നീട് പാട്ടബാക്കി എന്ന നാടകം എഴുതിയതാരാ? കേദാമോദരൻ എന്ന് പറയുന്ന ആരാ? അദ്ദേഹമാണ് കേരളത്തിൽ ഹിസ്വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച 4 ചെറുപ്പക്കാരിൽ ഒരാൾ. ഇന്ത്യ എന്ന പുസ്തകത്തിൽ അത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ EMSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേറിയ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തോപ്പിൽ പാസി എന്നയാൾ എഴുതുകയും KPSC എന്ന നാടക സമിതി അവതരിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിന് ഗണ്യമായി പങ്കുണ്ടായെന്നാണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് എതിരായി കത്തോലിക്ക സഭയെ വിമർശിച്ചുകൊണ്ട് PGN എന്ന് പറയുന്ന ഒരു നാടകം എഴുതി, ഇൻക്വിലാബിന്റെ മക്കൾ. എന്നാൽ ഇൻക്വിലാബിന്റെ മക്കൾ എന്ന നാടകത്തിലൂടെ അദ്ദേഹം വിമർശിച്ച പല കാര്യങ്ങളും കത്തോലിക്ക സഭ പരിശോധിക്കുകയും അതിൽ ചില കാര്യങ്ങൾ തിരുത്താൻ സഭ ശ്രമിക്കുകയും ചെയ്തു. മലയാള നാടകത്തിന്റെ ചരിത്രം പുതിയ തലമുറ പഠിക്കുന്നതും വല്ലപ്പോഴും ഒക്കെ കളിക്കുന്നതും ഒക്കെ നല്ലതാണ്. പണ്ട് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ 65ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ മൈത്രി കലാകേന്ദ്രം മാത്രം അവതരിപ്പിച്ചത് 29 നാടകങ്ങളാണ്. 30 വർഷമാണ് ഞാൻ പ്രൊഫഷണൽ നാടക സമിതി നടത്തിയത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, വിനയപൂർവ്വം പറയട്ടെ, ഞാൻ വിജയകരമായി നാടക സമിതി നടത്തിയാണ്. നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ തോമസ് മാളക്കാരനെ ആദരിച്ചു. ബഹുമാനായ ശ്രീ തോമസ് മാളക്കാരനെ മെമൻറ്റോ നൽകി ആദരിക്കുന്നതിനായി 5 പതിറ്റാണ്ടിലധികം നാടക ഉപാസനയുമായി മലയാള നാടകരംഗത്ത് സജീവമായുള്ള 65ലധികം നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള ബഹുമാനായ ശ്രീ സേവ്യർ പുൽപ്പാട്ടിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി ശ്രീ തോമസ് മാളക്കാരനെയും ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK ഷാജി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KP രജീഷ് എന്നിവർ ആശംസകൾ നേർന്നു.
വർഗീസ് പള്ളിയാൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം.